ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉരുളൻകിഴങ്ങ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു ദോശയാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് വലിയ ഒരു ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുക്കുന്നത്. ഉരുളൻകിഴങ്ങ് ക്ലീൻ ചെയ്തെടുത്തതിലേക്ക് 2 അല്ലി വെള്ളുള്ളിയും എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളകും എടുക്കുന്നുണ്ട്. ഉണക്കമുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളകും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഉഴുന്നുപൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഉഴുന്നുപൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയും ഉപയോഗിക്കാം. നിങ്ങൾ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പത്തിരിക്കും ഇടിയപ്പത്തിനും എടുക്കുന്ന നൈസ് പൊടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ച ഉരുളൻകിഴങ്ങിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ഉഴുന്നുപൊടിയും ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് 2 മിനിറ്റ് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് നന്നായി അരച്ചെടുത്തു. നമ്മളിതിൽ ചേർക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ നീരിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. ഇതിലിപ്പോൾ അല്പം വെള്ളം കുറവുണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു കട്ടിക്കാണ് ദോശമാവ് റെഡിയാക്കേണ്ടത്. ഇത് അരച്ചെടുത്ത് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഫെർമെൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദോശ ഉണ്ടാക്കാനുള്ള തവയും നന്നായി ചൂടായി വന്നു. ഇനി നമുക്ക് ദോശ ഷേപ്പ് ചെയ്തെടുക്കാം. ദോശ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നന്നായി കനം കുറച്ച് പരത്തിയെടുത്താൽ ദോശക്ക് ടേസ്റ്റ് കൂടും. ദോശ പകുതി വേവായി വരുമ്പോൾ അല്പം നെയ്യോ ഓയിലോ പുരട്ടി കൊടുക്കാം. ഞാനിതിൽ അല്പം നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞു വന്നു. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം മെത്തേഡിൽ നമുക്ക് ആവശ്യമുള്ള ദോശകളെല്ലാം റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ദോശ ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ദോശയിൽ തക്കാളി ചട്നിയും ഗാർലിക് പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗാർലിക് പേസ്റ്റ് വളരെ ഈസിയായി റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.